ഹലോ, അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് കുറച്ച് കറിവേപ്പിലയായിട്ടാണ്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കറിവേപ്പില മാത്രമേ ഞാനിന്ന് പറിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ഇതെങ്ങനെയാണ് കുറച്ച് ദിവസത്തേക്ക് നമുക്ക് വാടാതെ നല്ല വൃത്തിയായിട്ടുള്ള കറിവേപ്പില നമുക്ക് എങ്ങനെയാണ് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നതെന്നാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ കറിവേപ്പില ഇതുപോലെ ഇലകൾ മാത്രമാക്കിയിട്ട് എടുത്ത് വെക്കുക. കൂടാതെ നമ്മളിപ്പോൾ മഴയത്തൊക്കെ കറിവേപ്പില പറിക്കുമ്പം കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പുഴുവും പിന്നെ അതുപോലെ തന്നെ വണ്ണായം കൂട് കെട്ടിയിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു ചെറിയൊരു പാത്രമാണ് എടുക്കുന്നത്. ഇത് ഞാൻ കിവി വാങ്ങിയപ്പോൾ കിട്ടിയതാണ് കേട്ടോ ഈ ഒരു പാത്രം. അപ്പോൾ ഈ ഒരു പാത്രത്തിനകത്താക്കിയിട്ട് നമ്മൾ നന്നായിട്ട് അടച്ച് വെക്കുക. അതിനുശേഷം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അങ്ങനെ സൂക്ഷിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് വാടാതെ നമുക്ക് നിൽക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോയി പറിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇതുപോലെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ കഴുകിയിട്ട് വെക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ കറി വെക്കുമ്പോൾ പെട്ടെന്ന് അതിനകത്തുനിന്ന് എടുത്തിട്ട് കറിയിലേക്ക് ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാറുണ്ട്. അപ്പം മുന്നേ ഞാൻ വേറൊരു കറിവേപ്പിലേൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാണേണ്ടവർക്ക് ഞാൻ അടിയിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അതിൽ കയറി കണ്ടാൽ മതി. അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.